ദേവ് ട്രാവൽ വേൾഡിൻ്റെ 139ാമത്തെ വീഡിയോ. രാജസ്ഥാനിലെ അജ്മീർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അനസാഗർ തടാകത്തിനരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അജ്മീർ ദർഗയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന 13 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ തടാകം ഹിന്ദു മുസ്ലിം തീർത്ഥാടകർ ഒരുപോലെ പുണ്യസ്ഥലമായി കരുതുന്നു. പവിത്ര ജലാശയം എന്ന അർത്ഥത്തിലാണ് അനസാഗർ, അനസാഗരി എന്നെല്ലാം ഈ തടാകത്തെ വിശേഷിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇവിടെ കുളിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യാറുണ്ട്. രാജസ്ഥാനിലെ പ്രസിദ്ധ രാജാവായിരുന്ന പൃഥ്വിരാജ് ചൗഹാന്റെ മുത്തച്ഛനായ അർണരാജ എന്ന രജപുത്ര രാജാവിൻ്റെ കാലത്ത് 12ാം നൂറ്റാണ്ടിലാണ് പ്രസിദ്ധമായ ഈ തടാകം നിർമ്മിച്ചത്. പിൽക്കാലത്ത് മുഗൾ ചക്രവർത്തിമാരായിരുന്ന ജഹാംഗീറിൻ്റെയും ഷാജഹാൻ്റെയും കാലത്ത് ഈ തടാകക്കരയിൽ മനോഹരമായ തോപ്പുകളും മന്ദിരങ്ങളും പണിതു. അഞ്ച് മീറ്ററിനടുത്ത് ആഴമുള്ള അനസാഗർ തടാകം അജ്മീർ നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സും അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. മറുകരയിലായി കാണുന്ന മനോഹര ഗിരിനിരകൾ ഈ തടാകത്തിൻ്റെ കാഴ്ചയ്ക്ക് മാറ്റുകൂട്ടുന്നു. അനസാഗർ തടാകം കണ്ട ശേഷം ഞങ്ങൾ നേരെ പോയത് രാജസ്ഥാനിലെ അറിയപ്പെടുന്ന പുഷ്കർ എന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ്. അനസാഗർ തടാകത്തിനരികിൽ നിന്നും 11 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പുഷ്കർ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയ്ക്കും ടൂറിസ്റ്റ് കേന്ദ്രമെന്ന നിലയ്ക്കും രാജസ്ഥാനിലെ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. രാജസ്ഥാനിലെ തനത് കരകൗശല ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിരത്തി വച്ചിരിക്കുന്ന ധാരാളം കടകമ്പോളങ്ങൾ പുഷ്കറിൽ ഉണ്ട്. പുഷ്കറിലെ ഈ തെരുവിലൂടെയുള്ള നടത്തം ഒരു സഞ്ചാരി എന്ന നിലയ്ക്ക് എനിക്കേറെ സന്തോഷം നൽകിയ കാര്യമാണ്. വർണ്ണവൈവിധ്യമാർന്ന ഈ തെരുവിലൂടെ പരമ്പരാഗത രീതിയിൽ വസ്ത്രം ധരിച്ച് നടന്നു നീങ്ങുന്ന രാജസ്ഥാനിലെ നാടോടി സ്ത്രീകൾ നമ്മുടെ മനസ്സിൽ വരയ്ക്കുന്ന ചിത്രം അവർണ്ണനീയമാണ്. വിവിധ തരത്തിലുള്ള മനോഹരമായ പരമ്പരാഗത ആയുധങ്ങൾ വിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ ഇതുപോലെ മറ്റെങ്ങും ഞാൻ കണ്ടിട്ടില്ല. നോക്കൂ, ഉറയിലിട്ട വാളുകളും കഠാരയും പരിചയും തുടങ്ങി ആകർഷകമായ ആയുധങ്ങൾ, പലതരം കല്ലുപതിച്ച ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, പറഞ്ഞാൽ തീരില്ല ഇവിടുത്തെ വിശേഷങ്ങൾ. കാർത്തിക പൗർണമി സമയത്ത് ഇവിടെ നടക്കുന്ന പുഷ്കർ മേള ലോകപ്രസിദ്ധമാണ്. നാനാദേശത്തു നിന്നും തീർത്ഥാടകരും സഞ്ചാരികളും ഒരുപോലെ പുഷ്കർ മേള കാണാൻ ഇവിടെ എത്തിച്ചേരുന്നു. ലോകത്തിലെ ഏക ബ്രഹ്മദേവാലയം ആണ് പുഷ്കർ ബ്രഹ്മക്ഷേത്രം എന്ന് പറയപ്പെടുന്നു. പുഷ്കര എന്ന പദത്തിന് താമര എന്നാണ് അർത്ഥം വരുന്നത്. പുഷ്കരി താമരകളാൽ അലങ്കരിക്കപ്പെട്ട പവിത്ര ജലാശയം എന്നർത്ഥം വരുന്നു. പുരാണ വിശ്വാസപ്രകാരം ബ്രഹ്മാവ് യാഗം നടത്തുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ കയ്യിലെ താമരപ്പൂ ഭൂമിയിൽ വീണ സ്ഥലത്താണ് ഈ തടാകം രൂപപ്പെട്ടതെന്ന് കരുതുന്നു. 2 കിലോമീറ്റർ ചുറ്റളവുള്ള പുഷ്കർ തടാകത്തിന് 8 മുതൽ 10 മീറ്റർ വരെ ആഴമുണ്ട്. പുഷ്കർ മേള നടക്കുന്ന കാലയളവിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് പുഷ്കർ തടാകത്തിൽ കുളിക്കാനും ബ്രഹ്മക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനുമായി ഇവിടെ എത്തുന്നത്.
പ്രകൃതിദത്തമായി രൂപം കൊണ്ട ഈ തടാകത്തിൻ്റെ കരയിൽ 52 ഘാട്ടുകൾ, അതായത് കുളിക്കാനിറങ്ങുന്ന പടികൾ പണിതിട്ടുണ്ട്. വർഷം തോറും ആയിരക്കണക്കിന് തീർത്ഥാടകർ കുളിച്ച് പ്രാർത്ഥന നടത്താൻ വരുന്ന ഈ തടാകത്തെ തീർത്ഥരാജ്, എല്ലാ തീർത്ഥങ്ങളിലെയും പ്രധാനമായത് എന്ന് വിശേഷിപ്പിക്കുന്നു. ഒട്ടകങ്ങളും പലതരത്തിലുള്ള ഒട്ടകവണ്ടികളും തെരുവിൽ കടകളിൽ വിൽപ്പനയ്ക്ക് വെച്ച ഒട്ടകത്തോൽ ഉൽപ്പന്നങ്ങളും രാജസ്ഥാനിലെ വേറിട്ട കാഴ്ചകളാണ്. രാജസ്ഥാനിലെ ഒട്ടേറെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ.